ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടേൽസ് ഓഫ് ജയ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ്. നമ്മുടെ തനി നാടൻ ഐറ്റമായ നേന്ത്രപ്പഴം കൊണ്ട് ചെയ്യുന്ന ഒരു നല്ല അടിപൊളി സ്വീറ്റ് ആയിട്ടുള്ള ഒരു പഴം നിറച്ചത്. അയ്യോ ഒന്നും പറയണ്ട, ഇപ്പൊ ഇവിടെ അപ്രതീക്ഷിതമായ സംഭവവികാസങ്ങൾ ഒരുപാട് നടന്നു കഴിഞ്ഞു. കണ്ടോ, ഇതിപ്പോ നല്ലപോലെ നമ്മുടെ ഈ സ്റ്റഫ് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്കിത് അത് നിങ്ങൾക്ക് കൂടെ പറയണമല്ലോ, നിങ്ങളോടും കൂടെ പറയണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പോ പഴം നിറച്ചത് പാർട്ട് 1 ഒന്ന് കണ്ടിട്ട് വരൂ. അപ്പൊ ഈ പഴം നിറച്ചതിന് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. അതായത് നല്ല 2 പഴം, പിന്നെ അതേപോലെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഇത്രയും തേങ്ങ, ഏകദേശം 1 കപ്പോളം ഉണ്ട് തേങ്ങ. തേങ്ങ ഒന്ന് ചിരവിയതാണ്. പിന്നെ കുറച്ച് ശർക്കര പൊടി, പിന്നെ അതിലേക്ക് ഇടാനായിട്ട് കുറച്ച് നട്ട്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതായത് കാഷ്യൂ നട്ട്, പീനട്ട്, കിസ്മിസ്, അതേപോലെ കുറച്ച് ബാദാം, കുറച്ച് എള്ളും ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പിസ്ത. ഇത്രയുമാണ് നട്ട്സ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് ഒരു ഫ്ലേവറിനായിട്ട് ഏലക്ക പൗഡർ, അതായത് കാർഡമം പൗഡറും ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയുമാണ് ഇതിലേക്ക് ഞാൻ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ്. അപ്പൊ ഞാൻ ഇവിടെ പഴം നിറച്ചത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് കാണിക്കാൻ പോവുകയാണ്. അപ്പൊ അതിനായിട്ട് ആദ്യം നമുക്ക് ഇതുപോലൊരു പാൻ അടുപ്പിലേക്ക് വെക്കാം. ഈ പഴത്തിനകത്ത് വെക്കുന്ന സ്റ്റഫിങ് അത് തയ്യാറാക്കാം. അതിനായിട്ട് അടുപ്പ് കത്തിച്ചു. അപ്പോൾ ഈ പാനിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. ആദ്യം ഏകദേശം 1 സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുക്കാം. നേരത്തെ എടുത്ത് വെക്കാത്തതുകൊണ്ട് കുറച്ച് തിക്കാണ്, എടുക്കാൻ ഇത്തിരി പ്രയാസപ്പെട്ടു. ഇതിലേക്ക് നമുക്കിത് ഓരോന്നായി ചേർത്ത് വറുത്തെടുക്കാം. ആദ്യം നമുക്ക് ഈ ബാദാം, പിസ്ത, അതേപോലെ കുറച്ച് കാഷ്യൂ, നെയ്യ്, കടല, നിലക്കടല, അതേപോലെ ഈ കിസ്മിസ്, പിന്നെ കുറച്ച് വെളുത്ത എള്ള്, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. 1 മിനിറ്റോളം ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഈ തേങ്ങ ആഡ് ചെയ്യാം. ഈ തേങ്ങ ചേർത്ത് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. കാരണം തേങ്ങയിലുള്ള ഈ നനവെല്ലാം മാറി നല്ലപോലെ ഒന്ന് ഡ്രൈ ആവണം തേങ്ങ. അതേപോലെ ചെറുതായിട്ടൊന്ന് കളറും മാറിക്കോട്ടെ, അതുവരയ്ക്കും ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. ഒരുവിധം തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി. ഇനി നമുക്ക് ഈ സമയത്ത് കുറച്ച് ഷുഗർ ഞാനിവിടെ ഷുഗർ അല്ല ചേർക്കുന്നത്, പകരം ഞാൻ കുറച്ച് ശർക്കര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് വേണ്ട, ഒരു 3 സ്പൂൺ ചേർത്ത് കൊടുക്കും. ഇനി ഈ ശർക്കര പൊടി ഇതിലേക്ക് ചേർന്ന് നല്ലപോലെ ഒന്ന് അലിഞ്ഞ് നല്ലൊരു നല്ലൊരു ടെക്സ്ചറിലേക്ക് മാറും. ആ സമയം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ശർക്കരയൊക്കെ നല്ലപോലെ തേങ്ങയായിട്ടും അതേപോലെ ഈ നട്ട്സും ആയിട്ടൊക്കെ ചേർന്ന് നല്ലൊരു ടെക്സ്ചറിലേക്ക് മാറി എല്ലാം നന്നായി യോജിച്ചു കഴിഞ്ഞു. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി മസ്റ്റാണ്, ഇത് ചേർക്കണം. ഏലക്കായിട്ടേ ഉള്ളുവെങ്കിലും ഒന്ന് നന്നായിട്ട് പൊടിച്ച് ചേർത്താൽ നന്നായിരിക്കും. കുറച്ച് ഏലക്കയുടെ ഫ്ലേവർ വേണം ഈ ഒരു പഴം നിറച്ചതിൽ. അതിപ്പോൾ നല്ലപോലെ നമ്മുടെ ഈ സ്റ്റഫിങ് റെഡിയായി കഴിഞ്ഞു. ഇത്രയും മതി. ഇനി നമുക്ക് ഈ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് പഴമൊക്കെ ഒന്ന് നല്ലപോലെ സെറ്റാക്കി അതിനകത്തേക്ക് ഇത് നിറച്ചു കൊടുക്കാം. ഒന്ന് റെഡിയാക്കി എടുക്കാം. ആദ്യം അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ്, ഈ ഇത്രയും വലിയ പഴമാണല്ലോ, അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ മേലേന്ന് തുടങ്ങരുത്, ഈ സെന്ററിന്ന് ഒന്നിങ്ങനെ കട്ട് ചെയ്യണം. സെന്ററിന്ന് ഇങ്ങനെ ഒരു 2 പീസ് കട്ട് ചെയ്ത് മാറ്റണം. ഇപ്പോൾ ഇവിടെ പഴം നല്ലപോലെ ഓപ്പൺ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. നിറയ്ക്കാനായിട്ട് പാകത്തിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ഫില്ലിംഗ് ഇതൊന്ന് കോട്ട് ചെയ്യാനായിട്ട്, അതായത് ഇത് ഫില്ല് ചെയ്ത് ഇതിനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരു ചെറിയൊരു ബാറ്റർ നമുക്ക് റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് കുറച്ച് മൈദാമാവ് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 കപ്പ് എന്ന് പറയും. 1/2 കപ്പ് മൈദാമാവും അതിൻ്റെ കൂടെ കുറച്ചൊരു
2 സ്പൂണ് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടി ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്ററായിട്ട് മാറ്റിയെടുക്കണം. അതുപോലെ നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഈ മാവുള്ളത്. എന്നാലേ നമുക്കത് നീറ്റായിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണിത്. ഈ പഴം നിറയ്ക്കാം. ഈ സ്റ്റഫിങ് എടുത്ത് നല്ലപോലെ ഉള്ളിലേക്ക് വെച്ച് നിറച്ചു കൊടുക്കണം. ഇപ്പൊ കണ്ടോ, ഇങ്ങനെ 2 പഴം ഞാൻ ഫില്ല് ചെയ്ത് നിറച്ചു വെച്ച് കഴിഞ്ഞു. കവർ ചെയ്യാനായിട്ട് ഈ മാവെടുത്ത് ഇതുപോലെ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കവർ ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇതുപോലൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യിൽ തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം 2 സൈഡും. ഇതിലേക്ക് ഇതിപ്പോ നല്ല ചൂടായി കിടക്കുന്ന നെയ്യ് ഇതിലേക്ക് നമുക്ക് ഇതിങ്ങനെ എടുത്ത് വെച്ച് 2 സൈഡും കുറേശ്ശെ ആയിട്ട് ഫ്രൈ ചെയ്ത് ഒട്ടാതെ ഫ്രൈ ചെയ്തെടുക്കണം. തിരിച്ചിട്ട് കഴിഞ്ഞു. തിരിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം. സൈഡ് ഇങ്ങനെ തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഞാനൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലപോലെ റെഡിയായി കഴിഞ്ഞു പഴം നിറച്ചത്. ഇനി ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവാണ്. ഇതിൽ നിന്ന് കോരി മാറ്റാം. റെഡിയായി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ പഴം നിറച്ചത് റെഡിയായി കഴിഞ്ഞു. ഞാനിപ്പോ ഇതിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കട്ട് ചെയ്തെടുത്തു. നല്ല ചൂട്, കട്ട് ചെയ്യാൻ കുറച്ച് പ്രയാസപ്പെട്ടു, അതുകൊണ്ടാണ്. അപ്പൊ ഇതിനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സ്വീറ്റ് ആണ്. അതിനോടൊപ്പം നല്ല ഉള്ളിലുള്ള എല്ലാ നട്ട്സും ഒക്കെ ചേർന്ന് നല്ല ടേസ്റ്റ്. ഇപ്പൊ കണ്ടല്ലോ പഴം നിറച്ചത് പാർട്ട് 1. ഇനി വരൂ നമുക്ക് പഴം നിറച്ചത് പാർട്ട് 2 ഒന്ന് കാണാം. തന്നെ പ്രത്യേകിച്ച് ഒരു ചേഞ്ചും ഇല്ല. അതേ സെയിം ഇൻഗ്രീഡിയൻസ് എല്ലാം അത് തന്നെ. പക്ഷെ ചെറുതായിട്ട് പഴം നിറയ്ക്കുന്ന ആ വിധത്തില് ഒരു മാറ്റം കൊണ്ടുവരികയാണ്. ഒരു മോഡിഫൈഡ് പഴം നിറച്ചത്. അതാണ് ഇനി നമ്മളിവിടെ കാണാൻ പോകുന്നത്. അപ്പോ ഈ പുതിയ ടെക്നിക് കണ്ടുപിടിച്ചിരിക്കുന്നത് വേറെ ആരുമല്ല, ഞങ്ങളുടെ ദ ഗ്രേറ്റ് രമേശേട്ടനാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. കാരണം ഞങ്ങൾ പഴം നിറച്ചതിന്റെ ഷേപ്പ് ഒക്കെ ഒന്നിങ്ങനെ ഒരു മാതിരിയായി, ഒരു വൃത്തിയില്ലാത്തൊരു ഷേപ്പൊക്കെ കണ്ടപ്പോ അയ്യേ ഇത് ശരിയായിട്ടില്ലല്ലോ, പ്രസന്റബിൾ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അത് നമുക്കൊന്ന് പുതിയ രീതിയിൽ മാറ്റി ചെയ്യാന്നൊക്കെ പറഞ്ഞ് വന്നിരിക്കുകയാണ് അടുക്കളയിലേക്ക്. അപ്പൊ അതുകൊണ്ട് പഴം നിറച്ചത് സെക്കൻഡ് പാർട്ടിലെ ഇങ്ങനെയാണ് ഞങ്ങൾ പഴം നിറയ്ക്കാൻ പോകുന്നത്. ഇതാ കണ്ടോ, ഇതുപോലൊരു സ്ട്രോ എടുത്ത് ഇങ്ങനെ അകത്തൊക്കെ ഒന്ന് കുത്തി അതിനൊക്കെ നല്ല രീതിക്ക് ഒന്ന് ഓട്ടയാക്കി ഇനി ഞങ്ങൾ ഇതിലേക്ക് ഞങ്ങളുടെ സ്റ്റഫ് ഒന്ന് നിറച്ചു കൊടുത്ത് പൊരിച്ചെടുക്കാൻ പോവാണ്. ഈ രീതിയിലൊരു പഴം നിറച്ചത് എങ്ങനെയുണ്ടെന്ന് നിങ്ങളും ഒന്ന് കണ്ടു നോക്കി അഭിപ്രായം പറയൂ. ഇപ്പൊ കണ്ടോ, ഇതുപോലെ ഒരു പഴം എടുത്തിട്ട് 4ആയിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് എല്ലാം ഇതുപോലെ ഓരോ ഹോൾസ് ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്കാണ് നമ്മളിപ്പോ ഇതിന്റെ സ്റ്റഫിങ് നിറച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. തോലിങ്ങനെ പതുക്കെ ഒന്ന് തൊലിച്ച് മാറ്റിയെടുക്കാം. ഇപ്പൊ ഇതെല്ലാം ഈ 4 പീസും തോലൊക്കെ കളഞ്ഞ് ഇങ്ങനെ ഫില്ലിങ്ങിന് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇത് ഓരോന്ന് എടുത്തിട്ട് ഫില്ല് ചെയ്യാം. ഇങ്ങനെ പതുക്കെ പഴം പൊട്ടാതെ ഉള്ളിലേക്ക് നിറച്ചു കൊടുക്കണം. നമുക്ക് 2 സൈഡിൽ നിന്ന് നിറയ്ക്കാം. അപ്പോൾ നന്നായിട്ട് നിറച്ചിട്ടുണ്ട്. അകത്തേക്ക് നല്ലപോലെ നിറച്ചുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാം ഈ 4 പീസും നല്ലപോലെ ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതിനെ മാവിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ഈ നെയ്യിലാണല്ലോ പൊരിച്ചെടുത്തത്. ഇപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത്, ഇതൊന്നും ഞാൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് നോർമൽ എണ്ണയിലാണ്. എണ്ണയിൽ ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഈ മാവ്, അതായത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ അതേ ഇത് തന്നെയാണ് ഈ മാവ്. ഈ സ്റ്റഫിങ്ങിന്, അതായത് സ്റ്റഫിങ് ഒന്ന് ക്ലോസ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഇപ്പൊ ഇതിൽ തന്നെ നല്ലപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാനാണ് ഇപ്പൊ ഞാൻ പോകുന്നത്. ഈ മാവിലൊന്ന് നല്ലപോലെ മുക്കിയെടുത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം.
അതായത് ഇങ്ങനെ എടുത്ത് മാവിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി എല്ലാ സൈഡും. എന്താ ഇപ്പൊ കംപ്ലീറ്റ് എല്ലായിടെയും കവറായി. എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് എണ്ണയിലേക്ക് എല്ലാ പീസും ഇതുപോലെ റോൾ ചെയ്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ടെടുക്കാം. ഇതിപ്പോ നമ്മള് ഇതുപോലെ ഓരോന്നും എണ്ണയിലിട്ട് പൊരിച്ചെടുത്ത് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഈസി. കാരണം അത് വലിയ നേന്ത്രപ്പഴത്തിൽ ഇങ്ങനെ മുഴുവനും നിറച്ച് അതിങ്ങനെ നെയ്യിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അത് തിരിച്ചിടുമ്പോഴൊക്കെ ഇങ്ങനെ കുറച്ച് പൊട്ടുന്ന പോലെയും കുറച്ച് പുറത്തു വരുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പക്ഷെ ശരിക്കും പരമ്പരാഗതമായ രീതിയിൽ പഴം നിറച്ചതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുന്നത് തന്നെയാണ്. എന്നാൽ ഇങ്ങനെയും ചെയ്യാം, ഒരു മോഡിഫൈഡ് വേർഷൻ ആയിട്ട് ഇങ്ങനെയും നമുക്ക് ചെയ്യാമെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പഴം നിറച്ചത് പാർട്ട് 2 ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അങ്ങനെ ഞങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് നല്ല നീറ്റായിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ കുറച്ച് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പഴം ഇവിടെ നിറച്ചു. ആദ്യം നിറച്ചതിൽ ഞാൻ പറഞ്ഞല്ലോ ചെറിയ ചില അപാകതകൾ, അതുകൊണ്ട് അതൊരു പെർഫെക്ഷനോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു രൂപഭംഗി തോന്നാത്തത് കൊണ്ട് ഞാനൊന്ന് ഈ രീതിയിൽ ചെയ്തതാണ്. അപ്പൊ ഇതും അതേ ടേസ്റ്റ് ആണ്, അതേ സ്റ്റഫിങ് തന്നെയാണ്, ഉള്ളില് ഒരു മാറ്റവും ഇല്ല, കോട്ടിങ് മാവും എല്ലാം അത് തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ ഷേപ്പ് ഒന്ന് മാറ്റി ഒന്ന് കട്ട് ചെയ്ത് കുറച്ചും കൂടി ഈസി ആയിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കാനുള്ള സൗകര്യം പോലെ ഒന്ന് ചെയ്തു എന്ന് മാത്രം. പക്ഷെ നെയ്യിൽ പൊരിച്ച അത് തന്നെയാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. അത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് കാണിച്ചും തന്നതാണ്. ഇതിപ്പോ ടേസ്റ്റ് ചെയ്യാൻ ഇപ്പൊ ഓൾറെഡി അത് മുഴുവനും ടേസ്റ്റ് ചെയ്ത് എല്ലാം വയറ്റിനകത്ത് ആക്കിയത് കൊണ്ട് വയറ് നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇനി ഇത് കഴിക്കാൻ എനിക്ക് വയ്യ സത്യത്തില്. എന്നാലും അതേപോലെ ഒന്ന് കഴിക്കാം. ഇതും അതേ ടേസ്റ്റ് തന്നെയാണ്, ഒരു ചേഞ്ചും ഇല്ല അതിലും. സെയിം ടേസ്റ്റ്. പക്ഷെ നമ്മളിതിനകത്ത് കടലേക്ക് ഇട്ടതുകൊണ്ട് അത് കടിക്കാൻ കിട്ടുന്നത് നല്ല ഒരു രസമായിട്ടുണ്ട് കേട്ടോ. ഫില്ലിങ് അടിപൊളിയാണ്, നല്ല ടേസ്റ്റി ഫില്ലിംഗ് ആണ് ഈ ഫില്ലിങ്. പക്ഷെ എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു കാര്യം കൂടി ചെയ്യായിരുന്നു എന്ന് തോന്നി. അതായത് ഫില്ലിങ് നമുക്കൊന്ന് മിക്സിയിലൊന്ന് അടിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്യായിരുന്നു. കുറച്ചുകൂടെ ആ കടലേക്ക് അങ്ങനെ തന്നെ ഇട്ടതുകൊണ്ട് കുറച്ച് വലുതായി തോന്നുന്നു. ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ട് എന്നല്ല, അത് വേഗം നിറഞ്ഞു പോവുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ചില ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇനി നെക്സ്റ്റ് ടൈം കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് റെക്ടിഫൈ ചെയ്ത് നിങ്ങൾ ചെയ്ത് നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അതൊക്കെ പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ചെയ്തു നോക്കി അഭിപ്രായം പറയണം. ഓക്കെ, അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.